Good morning, students. Today I am discussing the various methods of financial analysis and also explain how the comparative financial statement is prepared. Analysis and interpretation of financial statement is used to determine the financial position and the result of operation. നമ്മൾ financial statement analysis സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനും ആ സ്ഥാപനത്തിന്റെ വർക്കിംഗ് റിസൾട്ടും ഇത് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ അനലൈസ് ചെയ്യുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. എ നമ്പർ ഓഫ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ്. അതായത് ഡിഫറെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തമ്മിലുള്ള ബന്ധം അനലൈസ് ചെയ്യുന്നതിന് ഡിഫറെന്റ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Then some important methods of analysis. The most commonly used methods. First one, comparative statements. Then second, trend analysis. Third one, common size statements. Then next one, fund flow analysis. The next, cash flow analysis. Then ratio analysis. And cost volume profit analysis. These are some important tools or methods of analysis. Then in our topic management account, അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഈ ടൂൾസ് ടെക്നിക്സ് ആണ്. ചാപ്റ്റർ വൈസ് ആയിട്ട് ഇതിൽ ഓരോ ടൂൾസും ടെക്നിക്സും നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദെൻ വാട്ട് ഇസ് എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്? കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പേര് തന്നെ നമുക്കറിയാം, കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം ഒന്നിലധികം വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വേണം. അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അറ്റ് ഡിഫറെന്റ് പീരീഡ്സ് ഓഫ് ടൈം. അതായത് വ്യത്യസ്ത പീരീഡുകളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ദെൻ generally two comparative financial statements are prepared. അതായത് comparative statements രണ്ടെണ്ണം ഉണ്ട്. നമുക്കറിയാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെയിൻ ആയിട്ടും രണ്ടെണ്ണമാണ്. ഒന്ന് ബാലൻസ് ഷീറ്റും മറ്റൊന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിനും ഇൻകം സ്റ്റേറ്റ്മെന്റിനും മാത്രമേ നമ്മൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ജനറലായിട്ട് പ്രിപ്പയർ ചെയ്യുള്ളൂ. ദെൻ അപ്പോൾ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് രണ്ടെണ്ണമാണ്. ഒന്ന് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്, ദെൻ രണ്ട് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. ദെൻ എന്താണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് നോക്കാം. The comparative balance sheet. Comparative balance sheet is prepared to show different assets, liabilities and capital as on two or more balance sheet days. അതായത് നമ്മളൊരു ബാലൻസ് ഷീറ്റിൽ ഒരു വർഷത്തെ ഫിഗേഴ്സ് മാത്രമേ സാധാരണ നമ്മൾ ചെയ്യലുള്ളൂ. അത് കോളത്തിൽ പ്രീവിയസ് ഇയർ കോളം എന്ന് പറയുന്നുണ്ടെങ്കിലും മിക്കവാറും നമ്മൾ കാണിക്കുന്നത് ആ ഒരു വർഷത്തതാണ്. ദെൻ ഇവിടെ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റിൽ തന്നെ ഒന്നിലധികം വർഷങ്ങളിലെ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും ഒരേ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നു. അതാണ് നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലും വ്യത്യസ്ത ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ. ദെൻ അത് എന്തിനാ കാണിക്കുന്നതെന്ന് വെച്ചാൽ കമ്പയർ ആൻഡ് അസർട്ടൈൻ എനി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അബ്സല്യൂട്ട് ഐറ്റംസ് ആൻഡ് ഓൾസോ ഇൻ പെർസെൻറ്റേജ് ചേഞ്ചസ്. അത് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒന്നിലധികം വർഷങ്ങളിലെ ഡാറ്റാസ് ഒരു ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടുത്തുന്നത് വെച്ചാൽ നോട്ട് ടു മേക്ക് കമ്പാരിസൺ. നമുക്കത് കമ്പയർ ചെയ്യണം. ഇത് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ വർഷത്തെ വി ആർ കമ്പയറിങ് ടു ഇയേഴ്സ് ഫിഗേഴ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെ ഫിഗേഴ്സ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഈ വർഷം ഓരോ ഐറ്റത്തിനും, അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെറ്റേഴ്സ് ആണെങ്കിൽ, സ്റ്റോക്ക് ആണെങ്കിൽ, ഫിക്സഡ് അസറ്റ്സ് ആണെങ്കിലും, അതുപോലെ തന്നെ ലയബിലിറ്റീസിൽ കറണ്ട് ലയബിലിറ്റീസ് ആയിക്കോട്ടെ, ലോങ് ടൈം ലയബിലിറ്റി അല്ലെ ക്യാപിറ്റൽ, ഇതിൽ ഓരോ ഐറ്റത്തിലും ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വർഷം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, ആ ഇൻക്രീസ് ആക്ച്വൽ എമൗണ്ടും അതുപോലെ തന്നെ പെർസെൻറ്റേജ് എത്ര ശതമാനം, അത് കഴിഞ്ഞ വർഷത്തിൻ്റെ എത്ര ശതമാനം ഇൻക്രീസ് ചെയ്ത്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം 1 lakh ആണ്, ഈ വർഷം അത് 1,50,000 ആയി. അപ്പോൾ അവിടെ ഇൻക്രീസ് ഉണ്ട്, 50,000 ഇൻക്രീസ് ഉണ്ട്. ആ 50,000 എമൗണ്ടും കാണിക്കും. ഈ 50,000 എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് ആയ 1 lakhന്റെ 50% ആണ്. അപ്പോൾ പെർസെൻറ്റേജ് കോളത്തിൽ 50% എന്ന് കാണിക്കും. അപ്പോൾ അബ്സല്യൂട്ട് ഫിഗേഴ്സ് അതുപോലെ തന്നെ പെർസെൻറ്റേജിലും ചേഞ്ചസ് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. Then definition according to Falk,
Comparative balance sheet is the study of the trend of the same items, group of items and computed items in two or more balance sheet of the same business enterprise on different dates. ഇത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് ദ ട്രെൻഡ് ഓഫ് ദ സെയിം ഐറ്റംസ്. അതായത് സെയിം ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ക്യാഷ് ഇൻ ഹാൻഡ്. ഇപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് കഴിഞ്ഞ വർഷത്തെ ഈ വർഷത്തെയും കമ്പയർ ചെയ്യുക. അപ്പോൾ ട്രെൻഡ് എന്താണ്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിക്രീസ് ആണോ. ദെൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് മൊത്തത്തിൽ എടുക്കുക, ആ കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ. ദെൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ്സ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുക, അത് കഴിഞ്ഞ വർഷത്തിനെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ. ഈ ടു ഓർ മോർ ബാലൻസ് ഷീറ്റ് ഓഫ് ദ സെയിം ബിസിനസ് എന്റർപ്രൈസ്. ഇത് നമ്മൾ ഒരേ ബിസിനസ് എന്റർപ്രൈസിന്റെ വ്യത്യസ്ത സമയങ്ങളിലുള്ള ബാലൻസ് ഷീറ്റ് എടുത്തിട്ടാണ് ഈ ഡേറ്റാസ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. The definition given for comparative balance sheet. ഒരിക്കൽ കൂടി പറയാം. Comparative balance sheet is a study of the trend of the same items, group of items and computed items in two or more balance sheets of the same business enterprise of different dates. Then next, advantages of comparative balance sheet. എന്തിനാണ് ഈ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക? വാട്ട് ആർ ഇറ്റ് അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് ഇത് സ്ഥാപനത്തിന് ഇതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ് മോർ യൂസ്ഫുൾ ദാൻ സിമ്പിൾ ബാലൻസ് ഷീറ്റ്. അതായത് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് സിമ്പിൾ ബാലൻസ് ഷീറ്റിനെ കഴിഞ്ഞും യൂസ്ഫുൾ ആണ്. കാരണം ഷോ ഡാറ്റ വിച്ച് മേ ബി യൂസ്ഡ് ടു സ്റ്റഡി ദ ട്രെൻഡ് ഓഫ് ദ ബിസിനസ് എന്റർപ്രൈസ്. അതായത് നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും ട്രെൻഡ് എങ്ങനെയാണ്, ഇത് പ്രോഗ്രസ് ഉണ്ടോ, മുകളിലേക്കാണോ പോകുന്നത് അല്ലെങ്കിൽ താഴേക്കാണോ പോകുന്നത്. നമുക്ക് പെട്ടെന്ന് ഒറ്റ ലുക്കിൽ തന്നെ നമുക്ക് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നമുക്ക് മനസ്സിലാകും. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ലുക്കിലൊന്നും നമുക്ക് ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടില്ല. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Then another one helps in forming opinion about the progress of an enterprise. അതായത് ഈ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷനിലെത്താം. ഒരാൾക്ക് കൺക്ലൂഷനിലെത്താം സ്ഥാപനം പ്രോഗ്രസ് എന്താണ്, സ്ഥാപനത്തിന് ഇപ്പോഴത്തെ അവസ്ഥ, അത് പ്രോഗ്രസ് ആണോ എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. Then next one is that it is a dynamic statement as it emphasizes on changes rather than a single balance sheet. ഞാൻ ഹൊറിസോണ്ടൽ അനാലിസിൽ പറയുമ്പോൾ ഒരു ടൂൾ പറഞ്ഞതാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ അനാലിസിന്റെ ഒരു പ്രത്യേകത ഡൈനാമിക് ആണ്. അതിന് എംഫസൈസ് കൊടുക്കുന്നത് ചേഞ്ചസിനാണ്, സിംഗിൾ ബാലൻസ് ഷീറ്റിനല്ല, അവിടെ ചേഞ്ചസിനാണ്. ഇത് കുറേ വർഷങ്ങളിലെ ഡാറ്റാസ് എടുത്തിട്ട് അതിലുള്ള ചേഞ്ചസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഡൈനാമിക് സ്റ്റേറ്റ്മെന്റ് ആണ്. The next one can be used as a tool for analyzing and evaluating the financial position over a period of time. അതായത് ഒരു സിംഗിൾ ബാലൻസ് ഷീറ്റ് എടുത്താൽ നമുക്ക് ഒരു വർഷത്തെ ഫിനാൻഷ്യൽ പൊസിഷനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് ആണെങ്കിൽ അതിൽ ഒന്നിലധികം വർഷങ്ങളിലെ ഡാറ്റാസ് ഒന്നിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വെച്ച് നമുക്ക് കുറേ വർഷങ്ങളിലെ അല്ലെങ്കിൽ ഒന്നിലധികം വർഷങ്ങളിലെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. Then next, how to prepare comparative balance sheet. എങ്ങനെയാണ് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ് ആണിത്. അപ്പോൾ ഈ ഫോർമാറ്റിൽ കുറേ ഐറ്റംസ് ഉണ്ട്. അത് ക്ലിയർ ആവാത്തതുകൊണ്ട് ഞാനിതിന് രണ്ട് പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം ബാലൻസ് ഷീറ്റിൽ ഫസ്റ്റ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ദെൻ സെക്കൻഡ് പാർട്ട് അസറ്റ്സ്. ഇപ്പം നിങ്ങളുടെ IFRS പ്രകാരം അസറ്റ്സ് ആദ്യവും ലയബിലിറ്റീസ് താഴെയാണ്. ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഇതിൽ സോൾവ് ചെയ്തിരിക്കുന്ന ഒക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ മെത്തേഡ് പ്രകാരമാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിന്റെ ആദ്യത്തെ പാർട്ടിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്പോൾ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് അപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ ഒരു പർട്ടിക്കുലേഴ്സ് കോളം കൂടാതെ 4 കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 4 കോളത്തിൽ 3 കോളം റുപ്പീസ് ആണ്, 1 കോളം പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ പ്രീവിയസ് ഇയർ, ഇപ്പം നമ്മൾ 2 വർഷത്തെ ഡാറ്റയാണ് എടുക്കുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ 2019 ആൻഡ് 2020, ഈ 2 വർഷം അല്ലെങ്കിൽ 2018-19 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 2018 ഫിഗേഴ്സ് പ്രീവിയസ് ഇയർ, ദെൻ 2019 കറണ്ട് ഇയർ. ഇത് കഴിഞ്ഞ വർഷങ്ങളിലെ ബേസ് ഇയർ ആയിട്ട് എടുക്കുക, പ്രീവിയസ് ഇയർ ആയിട്ട് എടുക്കുക, ദെൻ ലാസ്റ്റ് ഇയറിലുള്ളത് കറണ്ട് ഇയർ ആയിട്ട് എടുക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് എത്രയാണോ അത് പ്രീവിയസ് ഇയർ കോളത്തിൽ കൊടുക്കുക. രണ്ടാമത്തെ കോളം കറണ്ട് ഇയറിന്റെ കോളമാണ്. അപ്പോൾ കറണ്ട് ഇയർ ബാലൻസ് ഷീറ്റിൽ എത്രയാണോ എമൗണ്ട് അത് കറണ്ട് ഇയർ കോളത്തിൽ കൊടുക്കുക. ദെൻ തേർഡ് കോളം അബ്സല്യൂട്ട് ചേഞ്ച് ആണ്. അബ്സല്യൂട്ട് ചേഞ്ച് മീൻസ് ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകിൽ പ്രീവിയസ് ഇയറിനെ അപേക്ഷിച്ച് കറണ്ട് ഇയറിൽ എമൗണ്ട് കൂടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവാം.
അപ്പൊ അത് ഇൻക്രീസ് ആവാം, ഡിക്രീസ് ആവാം. അപ്പൊ അബ്സല്യൂട്ട് ചേഞ്ച് അത് ഇൻക്രീസ് ബാർ ഡിക്രീസ് ആണ്. അപ്പൊ ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ എമൗണ്ട് അവിടെ എഴുതും, ഡിക്രീസ് ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കുക. ഇത് മൈനസ് ആണ്, അത് നമ്മൾ ബ്രാക്കറ്റിൽ കാണിക്കും. ദെൻ ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ചേഞ്ചസ്. പെർസെൻറ്റേജ് ചേഞ്ചസ് മീൻസ് ഈ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് എത്ര ശതമാനമാണ്, ഇത് മീൻസ് പ്രീവിയസ് ഇയറിന്റെ എമൗണ്ടിന്റെ എത്ര ശതമാനം ഈ കറണ്ട് ഇയറിൽ ഇൻക്രീസ് ചെയ്തു, അത് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻക്രീസ് അല്ലെ ഡിക്രീസ് കോളത്തിലെ എമൗണ്ടിനെ പ്രീവിയസ് ഇയർ കോളത്തിലെ എമൗണ്ട് ഡിവൈഡ് ചെയ്താൽ ഇൻറ്റു 100 നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. അത് ഞാൻ ഒരിക്കൽ കൂടി പറയാം. അബ്സല്യൂട്ട് ചേഞ്ചസ് എന്ന് പറയുന്ന ഇൻക്രീസ് ബാർ ഡിക്രീസ് ആണ്. പെർസെൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസ് ആണ്, അത് പ്രീവിയസ് ഇയർ കോളവും കറണ്ട് ഇയർ കോളവും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ഇൻക്രീസ് ആണെങ്കിൽ പ്ലസ് ആണ്, ഡിക്രീസ് ആണെങ്കിൽ മൈനസ് ആണ്, അതവിടെ എഴുതാം. ദെൻ ലാസ്റ്റ് കോളം പെർസെൻറ്റേജ് ആണ്. നമുക്ക് ഈ നാലാമത്തെ കോളത്തിൽ കിട്ടിയ എമൗണ്ടിനെ ഫസ്റ്റ് പ്രീവിയസ് ഇയർ കോളത്തിലുള്ള എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ദെൻ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ലാസ്റ്റ് കോളത്തിൽ പെർസെൻറ്റേജ് കിട്ടുന്നതായിരിക്കും. ദെൻ ഐറ്റംസ് 1 by 1 ആയിട്ട് പറയാം. ദെൻ ഫസ്റ്റ് പാർട്ട് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അപ്പൊ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്കറിയാം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആണ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസും ആണ്. അപ്പൊ ഷെയർ ക്യാപിറ്റൽ എഴുതുക. അതിൽ ഷെയർ ക്യാപിറ്റൽ ഇക്വിറ്റി ക്യാപിറ്റൽ ഉണ്ടാവാം, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിന്റെ പ്രീവിയസ് ഇയറിലെ ഫിഗർ കഴിഞ്ഞ വർഷത്തെ എമൗണ്ട് കോളത്തിൽ എഴുതാം. കറണ്ട് ഇയർ ഫിഗർ ഈ വർഷത്തെ എമൗണ്ട് കോളത്തിൽ എഴുതാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അബ്സല്യൂട്ട് ചേഞ്ച് ആ മൂന്നാമത്തെ കോളത്തിൽ എഴുതാം. ദെൻ ആ ചേഞ്ച് പ്രീവിയസ് ഇയറിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ലാസ്റ്റ് കോളത്തിലും കാണിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആണ്. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന 2 വർഷത്തെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തമ്മിൽ കമ്പയർ ചെയ്യുക. എന്നിട്ട് ഇൻക്രീസ് ഉണ്ടോ ഡിക്രീസ് ഉണ്ടോ അത് മൂന്നാമത്തെ കോളത്തിൽ എഴുതാം. ദെൻ പെർസെൻറ്റേജ് നെക്സ്റ്റ് കോളത്തിൽ. ദെൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ രണ്ടാമത്തെ ഐറ്റം റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ടാവും. 2 വർഷത്തെ ഫിഗേഴ്സും തന്നിട്ടുണ്ടാവും. റിസർവ്സ് ആൻഡ് സർപ്ലസ് റിസർവ്സിന്റെ ബാലൻസും സർപ്ലസ് അക്കൗണ്ട് അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസും ഉണ്ടാവും. ദെൻ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ തന്നിരിക്കുന്ന ഫിഗേഴ്സ് പ്രീവിയസ് ഇയറിന്റെ ഫിഗർ പ്രീവിയസ് ഇയർ കോളത്തിലും കറണ്ട് ഇയർ ഫിഗർ കറണ്ട് ഇയർ കോളത്തിൽ എഴുതാം. ദെൻ ഡിഫറൻസ് മൂന്നാമത്തെ കോളത്തിൽ എഴുതാം. ദെൻ പെർസെൻറ്റേജ് എഴുതുക. ആദ്യത്തെ വർഷത്തിന്റെ എത്ര മാത്രമാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് എന്നുള്ളത് ലാസ്റ്റ് കോളത്തിൽ എഴുതാം. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തെ ഐറ്റം നോൺ കറണ്ട് ലയബിലിറ്റീസ് ആണ്. നോൺ കറണ്ട് ലയബിലിറ്റീസ് നിങ്ങൾക്കറിയാം ലോങ് ടേം ലയബിലിറ്റീസ് ആണ്, ലോങ് ടേം ബോറോയിങ്സ് ആണ്. അപ്പൊ ലോങ് ടേം ബോറോയിങ്സ് എന്ന് പറയുന്നത് ഡിവെഞ്ചേഴ്സ് ഉണ്ടാകാം, ലോങ് ടേം ലോൺസ് ഉണ്ടാവാം. ഡിവെഞ്ചർ, ബോണ്ട്, ലോങ് ടേം ലോൺസ് ഇതൊക്കെ ലോങ് ടേം ബോറോയിങ്സിൽ വരുന്നതാണ്. ദെൻ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയറിന്റെ ഫിഗറും കറണ്ട് ഇയർ ഫിഗറിന്റെ എഴുതുക. ദെൻ ഡിഫറൻസ് മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. ദെൻ പെർസെൻറ്റേജ് നാലാമത്തെ കോളത്തിൽ എഴുതുക. ദെൻ മറ്റൊന്ന് ലോങ് ടേം പ്രൊവിഷൻസ് ആണ്. ഇത് ദീർഘകാല പ്രൊവിഷൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ നോൺ കറണ്ട് ലയബിലിറ്റീസിലാണ് നമ്മൾ കാണിക്കുക. ദെൻ തേർഡ് ഐറ്റം എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്. കറണ്ട് ലയബിലിറ്റീസിൽ ഷോർട്ട് ടേം ബോറോയിങ്സ്, അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഇതേപോലെയുള്ള ഷോർട്ട് ടേം ബോറോയിങ്സ് ആണ് ഫസ്റ്റ് ഐറ്റം വരുന്നത്. ദെൻ ഞാൻ എമൗണ്ട് കോളത്തിലേക്ക് വീണ്ടും വിശദീകരിക്കുന്നില്ല, കാരണം ഓരോ ഐറ്റത്തിനും നിങ്ങൾ പ്രീവിയസ് ഇയറിലെ ഫിഗർ എഴുതണം, കറണ്ട് ഇയറിലെ ഫിഗർ എഴുതണം, ദെൻ തമ്മിലുള്ള ഡിഫറൻസ് എഴുതണം, അതിന്റെ പെർസെൻറ്റേജ് ഇൻക്രീസോ ഡിക്രീസോ അവിടെ എഴുതണം. ദെൻ നെക്സ്റ്റ് വരുന്ന ഐറ്റം ട്രേഡ് പേയബിൾസ് ആണ്. ട്രേഡ് പേയബിൾസ് പറയുമ്പോൾ അതിൽ ക്രെഡിറ്റേഴ്സ് വരും, ബിൽസ് പേയബിൾ വരും. ദെൻ അത് 2 വർഷത്തെ നമ്മൾ കമ്പയർ ചെയ്യുക, ഡിഫറൻസ് അവിടെ എഴുതുക. ദെൻ അതർ കറണ്ട് ലയബിലിറ്റീസ്, ഇതല്ലാതെയുള്ള മറ്റ് കറണ്ട് ലയബിലിറ്റീസ്, അത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഇതുപോലെയുള്ള മറ്റ് കറണ്ട് ലയബിലിറ്റീസ്. ദെൻ ഷോർട്ട് ടൈം പ്രൊവിഷൻസ്, അതായത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ദെൻ പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, അതൊക്കെ ഷോർട്ട് ടൈം പ്രൊവിഷൻസ് ആണ്. ദെൻ ഈ ഐറ്റംസും കൂടി അവിടെ എഴുതുക. ദെൻ ഇതോടെ നമ്മുടെ ലയബിലിറ്റി സൈഡ് ടോട്ടലായി. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇയർ പ്രീവിയസ് ഇയർ കോളം ടോട്ടൽ ചെയ്യുക, കറണ്ട് ഇയർ കോളം ടോട്ടൽ ചെയ്യുക. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും നമ്മൾക്ക് തേർഡ് കോളത്തിൽ ടോട്ടലായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ പെർസെൻറ്റേജ് കാണുന്നത് ഈ കോളത്തിലെ ടോട്ടൽ ഒന്നും ആഡ് ചെയ്തിട്ടല്ല നമ്മൾ പെർസെൻറ്റേജ് കാണേണ്ടത്. ഈ ടോട്ടലിൽ മൂന്നാമത്തെ കോളത്തിൽ കിട്ടിയ നമുക്ക് എമൗണ്ട്, അതായത് അബ്സല്യൂട്ട് ചേഞ്ച് ഇൻക്രീസോ ഡിക്രീസോ, അത് കുറെ പ്ലസ് ഉണ്ടാവും കുറെ മൈനസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂട്ടി കിട്ടുന്ന ഒരു എമൗണ്ട് ഇവിടെയുണ്ട്. ആ എമൗണ്ട്
ഫസ്റ്റ് കോളത്തിലെ എമൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ, എന്നിട്ടാണ് നിങ്ങൾ പെർസെൻറ്റേജ് എഴുതേണ്ടത്. അല്ലാതെ ഈ ബാക്കി 3 കോളം കാണുന്ന പോലെ ബാക്കി 3 കോളം നിങ്ങൾ കൂട്ടി താഴെ ഇടുന്നതാണ് ടോട്ടൽ. പക്ഷെ പെർസെൻറ്റേജിന്റെ കോളത്തിൽ പെർസെൻറ്റേജ് നിങ്ങൾ കാണണം, അല്ലാതെ ഓരോന്നിന്റെ പെർസെൻറ്റേജ് ആഡ് ചെയ്തിടുകയല്ല വേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ കോളത്തിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് കോളം ടോട്ടൽ ഇൻറ്റു 100 ആണ് നിങ്ങൾ അവിടെ പെർസെൻറ്റേജ് കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് പാർട്ട്, അതായത് ലയബിലിറ്റി പാർട്ട് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് വരുന്നത് അസറ്റ്സ് പാർട്ടാണ്. ദെൻ അസറ്റ്സിൽ ഫസ്റ്റ് നോൺ കറണ്ട് അസറ്റ്സ്. നോൺ കറണ്ട് അസറ്റ്സിൽ ഫസ്റ്റ് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഫിക്സഡ് അസറ്റ്സിൽ ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ഫർണിച്ചർ ആൻഡ് പിക്ചേഴ്സ്, ഇതൊക്കെ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇതിനേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ പേറ്റന്റ്, കോപ്പിറൈറ്റ്, ഗുഡ് വില്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇതിനപ്പം രണ്ടും ടാഞ്ചിബിൾ അസറ്റ്സും ഇൻടാഞ്ചിബിൾ അസറ്റ്സും എന്താണോ ഏതൊക്കെയാണോ അസറ്റ്സ് അതൊക്കെ അവിടെ എഴുതാം. ദെൻ നെക്സ്റ്റ് വരുന്നത് നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് രണ്ടാമത്തെ ഐറ്റം വരുന്നത്. ദെൻ നെക്സ്റ്റ് ലോങ് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതായത് കമ്പനി കൊടുത്തിരിക്കുന്ന സ്ഥാപനം പുറത്തുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന ലോങ് ടൈം ലോൺസും അഡ്വാൻസസും, ഇതാണ് നോൺ കറണ്ട് അസറ്റ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡ് പാർട്ട് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററീസ്, ദാറ്റ് ഈസ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ദെൻ നെക്സ്റ്റ് ട്രേഡ് റിസീവബിൾസ്. ട്രേഡ് റിസീവബിൾസ് ഇൻക്ലൂഡ് ബിൽസ് റിസീവബിൾ ആൻഡ് ഡെറ്റേഴ്സ്. ദെൻ നെക്സ്റ്റ് ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ്. Cash and cash equivalents means cash in hand, cash at bank, etc. Then next short term loans and advances, അതായത് ചുരുങ്ങിയ കാലത്തേക്ക് കൊടുത്തിരിക്കുന്ന ലോൺസും അഡ്വാൻസസും. ദെൻ ഇതല്ലാതെയുള്ള മറ്റേതെങ്കിലും കറണ്ട് അസറ്റ്സ് ഉണ്ടെങ്കിൽ അതർ കറണ്ട് അസറ്റ്സും എഴുതാം. ദെൻ ഇതൊക്കെ പ്രീവിയസ് ഇയറിന്റെ എമൗണ്ട് പ്രീവിയസ് കോളത്തിൽ, കറണ്ട് ഇയറിന്റെ എമൗണ്ട് കറണ്ട് ഇയർ കോളത്തിൽ, ദെൻ ചേഞ്ചസ് മൂന്നാമത്തെ കോളത്തിൽ, അതിന്റെ ചേഞ്ചസും പ്രീവിയസ് ഇയർ ഫിഗറും തമ്മിലുള്ള റേഷ്യോ ലാസ്റ്റ് കോളത്തിൽ. ദെൻ അതേപോലെ തന്നെ ഞാൻ ലയബിലിറ്റി സൈഡിൽ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ 3 കോളം നിങ്ങൾ ടോട്ടൽ ചെയ്യാം. നാലാമത്തെ കോളത്തിലെ പെർസെൻറ്റേജ് കാണേണ്ടത് മൂന്നാമത്തെ കോളത്തിലെ ടോട്ടൽ ഡിവൈഡ് ബൈ ഫസ്റ്റ് കോളം ടോട്ടൽ ഇൻറ്റു 100 ആണ്. ഇങ്ങനെയാണ് നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തത് അനലൈസ് ചെയ്യുന്ന അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞു സിമ്പിൾ ഫോമിലേക്ക് അല്ല മീനിങ് ഫുൾ ഫോമിലേക്ക് നമ്മൾ മാറ്റുന്നതാണ്. അപ്പം കുറച്ച് ഡാറ്റാസ് ബാലൻസ് ഷീറ്റിലെ ഡാറ്റാസ് നമ്മൾ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ്. ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നടത്തണം. അപ്പൊ അനാലിസിസ് മാത്രം പോരാ, അനാലിസിസിനോടൊപ്പം തന്നെ ഇന്റർപ്രിട്ടേഷനും വേണം. അപ്പൊ എങ്ങനെയാണ് ഈ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് ഇന്റർപ്രിട്ടേഷൻ നടത്തുക? ദെൻ അതിനുള്ള ഗൈഡ് ലൈൻസ് ആണ്. ദെൻ ഫോർ സ്റ്റഡിയിങ് ദ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ, ഇപ്പൊ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത് ലിക്വിഡിറ്റി ആണ്. അതായത് കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ, ലിക്വിഡിറ്റി പൊസിഷൻ, അതായത് പെട്ടെന്ന് ക്യാഷ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിന്റെ ലയബിലിറ്റീസ് ഒബ്ലിഗേഷൻസ് ഒക്കെ കൊടുത്തു തീർക്കാനുള്ള ഫേമിന്റെ കപ്പാസിറ്റി, അത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ നോക്കും വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ ബോത്ത് ഇയേഴ്സ്, അതായത് 2 വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ തമ്മിൽ കമ്പയർ ചെയ്യാം. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. അതായത് കറണ്ട് അസറ്റ്സിന്റെ ടോട്ടലിൽ നിന്ന് കറണ്ട് ലയബിലിറ്റീസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. എന്നിട്ട് നമ്മൾ ഈ 2 വർഷത്തെയും വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യാം. ഇൻക്രീസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ. അതായത് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ 2018-19 വർഷത്തെ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കമ്പയർ ചെയ്യുന്നപ്പോൾ 2018 വർക്കിംഗ് ക്യാപിറ്റൽ 2 lakh ആണ്, 2019 അത് 2,50,000 ആയി. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാണ്. അപ്പൊ 2 ലക്ഷം ആയത് 2,50,000 ആയി. 50,000 ഇൻക്രീസ് ആണ്. അപ്പൊ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഇംപ്രൂവ് ചെയ്താണ്. നേരെ മറിച്ച് 2 lakh 2018-ലും 1,50,000 2019-ലും ആണെങ്കിൽ അതിന്റെ അർത്ഥം 50,000 ഡിക്രീസ് ആണ്. അപ്പൊ ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കറണ്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഗുഡ് അല്ല, കാരണം സ്ഥാപനം ലിക്വിഡിറ്റി പൊസിഷൻ മോശമാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്
ലിക്വിഡിറ്റി പൊസിഷൻ ഞാൻ ഇവിടെ വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർ എന്ന് തന്നെയാണ് പറഞ്ഞത്. കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റീസും തമ്മിൽ കമ്പയർ ചെയ്യാം. അപ്പോൾ കറണ്ട് അസറ്റ്സ് ഓരോ ഐറ്റം കമ്പയർ ചെയ്ത് നോക്കാം. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഇതൊക്കെ കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ്. ഇതൊക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ലിക്വിഡിറ്റി പൊസിഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ലിക്വിഡിറ്റി നോക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയിട്ടാണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ കറണ്ട് അസറ്റ്സും കറണ്ട് ലാബിലിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ കറണ്ട് അസറ്റ് കൂടുന്തോറും വർക്കിംഗ് ക്യാപിറ്റൽ കൂടും. അപ്പോൾ കറണ്ട് അസറ്റ്സിന്റെ ഐറ്റംസ് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ലിക്വിഡിറ്റി പൊസിഷൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നെക്സ്റ്റ് ഇൻവെന്ററി ഇൻക്രീസ് ചെയ്താൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ കുറേ സാധനങ്ങൾ വിൽക്കാതെ വന്നിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് അക്യൂമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷങ്ങളെ കഴിഞ്ഞും ഈ വർഷം സ്റ്റോക്ക് കൂടുതലാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ അത്ര സാധനം ഈ വർഷം വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ സാധനത്തിന് ഡിമാൻഡ് കുറവാണ്. ഇത് നമ്മൾക്ക് അനുമാനിക്കാം. നേരെ മറിച്ച് എ ഡിക്രീസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ എമൗണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ സെയിൽസ് കൂടിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അതേപോലെ തന്നെ ഈ ഇൻവെന്ററി എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ സ്റ്റോക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ കൂടി എന്നാണ്. സ്റ്റോക്കിന്റെ എമൗണ്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരണം. കാരണം കുറെ എമൗണ്ട് സ്റ്റോക്കിൽ ബ്ലോക്കായി കിടക്കുന്നത്. അതായത് സ്റ്റോക്കിന്റെ എമൗണ്ട് കൂടിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സ്റ്റോക്ക് കൺട്രോളൊക്കെ കോസ്റ്റിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സസീവ് സ്റ്റോക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യകത കൂട്ടും. അപ്പോൾ സ്റ്റോക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ ഗുഡ് അല്ല എന്നുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ പൊസിഷനാണ്. നമ്മൾ കറണ്ട് അസറ്റ്സ് കറണ്ട് ലാബിലിറ്റീസ് ഒക്കെ നോക്കിയിട്ട് ലിക്വിഡിറ്റി പൊസിഷനാണ് പറഞ്ഞത്. ഇനി നമുക്ക് ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷനാണ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ബൈ സ്റ്റഡിങ് ദ ചേഞ്ചസ് ഇൻ ഫിക്സഡ് അസറ്റ്സ്, ലോങ് ടൈം ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ. അതായത് ലോങ് ടൈം ഫിനാൻഷ്യൽ പൊസിഷൻ, അതായത് ഒരു ടൈം യൂസ് ചെയ്യും സോൾവൻസി. അപ്പോൾ സോൾവൻസി ആണ് നമ്മൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ നോക്കുക ഫിക്സഡ് അസറ്റ്സിലുള്ള ചേഞ്ചസ്, ലോങ് ടൈം ലയബിലിറ്റീസിലും ക്യാപിറ്റലിലുള്ള ചേഞ്ചസ് നോക്കിയിട്ടാണ് നമ്മൾ സോൾവൻസി പൊസിഷൻ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ അവിടെ an increase in fixed assets is more than the increasing long term liabilities and capital. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഫിക്സഡ് അസറ്റ്സ് കൂടിയിട്ടുണ്ട്. ആ ഫിക്സഡ് അസറ്റിലുള്ള വർധനവ് ലോങ് ടൈം ലയബിലിറ്റീസിലും ക്യാപിറ്റലിലുള്ള വർധനവിനെ കഴിഞ്ഞും കൂടുതൽ ഫിക്സഡ് അസറ്റ്സിൽ വർധനവുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എ പാർട്ട് ഓഫ് ഫിക്സഡ് അസറ്റ് ഈസ് ഫൈനാൻസ്ഡ് ഫ്രം വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നതിന് വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം. രണ്ട് തരം ക്യാപിറ്റൽ ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റലും ഉണ്ട്, വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. അതിൽ ലോങ് ടൈം ക്യാപിറ്റലും ഉണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലും ഉണ്ട്. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ആണ് ഫിക്സഡ് അസറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസിന്റെ സൗണ്ട് പോളിസി എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ക്യാപിറ്റൽ, അതായത് ക്യാപിറ്റലും ലോങ് ടൈം ലോൺസും ഒക്കെ ഉപയോഗിച്ച് ഫിക്സഡ് അസറ്റ്സ് വാങ്ങാം. ദെൻ കറണ്ട് ലയബിലിറ്റീസ് ആണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിന് വരുന്ന കറണ്ട് ലയബിലിറ്റീസും കറണ്ട് അസറ്റ്സും ആണ്. അപ്പോൾ ഇവിടെ ഈ ഫിക്സഡ് അസറ്റിൽ ഉള്ള വർധനവ് ക്യാപിറ്റലും ലോങ് ടൈം ലയബിലിറ്റീസിനെ കഴിഞ്ഞ് കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫിക്സഡ് അസറ്റ്സ് വാങ്ങുന്നതിന് നമ്മൾ കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ കുറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊന്ന് increase in fixed asset is less than the increase in long term borrowings and capital. ഞാൻ മുമ്പ് പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് ഫിക്സഡ് അസറ്റ്സിൽ ഉള്ള വർധനവിനെ കഴിഞ്ഞും കൂടുതലാണ് ലയബിലിറ്റീസ്, ലോങ് ടൈം ലയബിലിറ്റീസും ക്യാപിറ്റലും വർദ്ധിച്ചതെങ്കിൽ അതിന്റെ അർത്ഥം ഈ ലോങ് ടൈം ലയബിലിറ്റീസും ക്യാപിറ്റലും ഉപയോഗിച്ചിട്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്തിരിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യാൻ ലോങ് ടൈം ലയബിലിറ്റീസും ക്യാപിറ്റലും ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുക എന്ന് വെച്ചാൽ ഒരു വൈസ് പോളിസി എന്താണെന്ന് ചോദിച്ചാൽ ഫിക്സഡ് അസറ്റ്സിനെ ഫിനാൻസ് ചെയ്യുന്ന എപ്പോഴും ലോങ് ടൈം ഫണ്ട്സ് കൊണ്ടാണ്. അതായത് ഫിക്സഡ് അസറ്റ്സിനെ ഫിനാൻസ് ചെയ്യേണ്ടത് എപ്പോഴും ലോങ് ടൈം ഫണ്ട് കൊണ്ടാണ്, ഷോർട്ട് ടൈം ഫണ്ട് കൊണ്ടല്ല. വർക്കിംഗ് ക്യാപിറ്റൽ കൊണ്ട് ഫിക്സഡ് അസറ്റ്സിനെ ഫിനാൻസ് ചെയ്യരുത്. കാരണം ഫിക്സഡ് അസറ്റ്സിന് ഇൻകം എല്ലാ വർഷവും ഇങ്ങനെ
ഒറ്റ വർഷം കൊണ്ടൊന്നും ഇൻകം കിട്ടില്ല, കുറേ വർഷം എടുക്കും. അപ്പോൾ ഷോർട്ട് ടൈം ലയബിലിറ്റീസ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൊടുത്തു തീർക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഈ ഫിക്സഡ് അസറ്റിലുള്ള ഇൻകം വെച്ചിട്ട് നമുക്ക് ആ ലയബിലിറ്റി ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സൗണ്ട് ബിസിനസ് പോളിസി എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ്സിനെ എപ്പോഴും ലോങ് ടൈം ഫണ്ട് കൊണ്ട് ഫിനാൻസ് ചെയ്യാം. Then next, profitability. Then if you have to assess the profitability of the business concern, നമുക്ക് ലാഭക്ഷമത പ്രോഫിറ്റബിലിറ്റി ആണ് അസസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് സ്റ്റഡി ദ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, വേരിയസ് റിസോഴ്സസ് ആൻഡ് സർപ്ലസ്. അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് റിസർവ്സ് ആണ്, ജനറൽ റിസർവ്, പിന്നെ അതേപോലെയുള്ള റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ ഞാൻ ഗൈഡ് ലൈൻസ് കൊടുത്തത് ലിക്വിഡിറ്റി, സോൾവൻസി, പ്രോഫിറ്റബിലിറ്റി, ഇത് മൂന്നും എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്നുള്ള ഗൈഡ് ലൈൻസ് ആണ്. Then an increase in the balance of profit and loss account and other resources created from profits. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റ് റിസോഴ്സസ്, ഫോർ എക്സാമ്പിൾ ജനറൽ റിസർവിലേക്ക് നമ്മൾ സർപ്ലസ് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ജനറൽ റിസർവിന്റെ എമൗണ്ട് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അത് സൂചിപ്പിക്കുന്നത് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റബിലിറ്റി. ആയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് കൂടി, അല്ലെങ്കിൽ ജനറൽ റിസർവിന്റെ ബാലൻസ് കൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ്, അതിന്റെ മറിച്ചാണ് സ്ഥിതിയെങ്കിൽ ഡിക്രീസ് ഇൻ സച്ച് ഐറ്റംസ്, അതായത് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുപോലെ തന്നെ റിസർവ്സിന്റെ ഒക്കെ എമൗണ്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദെൻ അതിന്റെ അർത്ഥം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടാവാം, ചിലപ്പം ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പം പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവുന്നതാണ്. കാരണം എപ്പോഴാണ് റിസർവ്സിലും സർപ്ലസ് അക്കൗണ്ടിലൊക്കെ ബാലൻസ് കുറയാന്ന് വെച്ചത് ഷെയർ ഹോൾഡേഴ്സിന് വീതിച്ച് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുക, അല്ലെങ്കിൽ റിസർവിലെ തുക വെച്ചിട്ട് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആണ് ഇത് കുറയുക. അപ്പോൾ അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞതാകാമെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. Then after studying various assets and liabilities, an opinion about the financial position of the concern can be formed. നമുക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ വിശകലനം ചെയ്തിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച്, അതായത് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ച് നമുക്ക് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. A concluding word regarding the overall financial position should be given at the end. അതായത് നിങ്ങൾ ഇന്റർപ്രിട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സെന്റൻസ് കൊടുക്കണം. The overall performance of the company or the firm is satisfactory അല്ലെങ്കിൽ not satisfactory എന്നുള്ള ഒരു കൺക്ലൂഷൻ കൂടി നിങ്ങൾ അതിന് കൊടുക്കണം. Thank you students.